മുസ്ലിം ലീഗ് കുറച്ചു കാലമായി CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം, കൊരമ്പയിൽ അഹമ്മദ് അജിക്ക് ശേഷം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്തിനാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? ഞാൻ പെണ്ണ് പിടിച്ചിട്ടാണോ? ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ലീഗിൽ നിന്ന് നടത്തിയിട്ടാണോ? ഞാൻ വലിയ ബിൽഡിംഗ്, സ്വർഗീയ സമാനമായിട്ടുള്ള കൊട്ടാരം വീടായിട്ട് പണിതു എന്ന ആക്ഷേപം കിട്ടിയിട്ടാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? 5.5 ലക്ഷം രൂപ ശമ്പളം ഇവിടെ ഞാൻ പ്രവർത്തിക്കുമ്പോ ദുബായിലെ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്നാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത്? ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട ലീഗിന്റെ സമ്പന്നരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചും ചതിച്ചും പങ്കാളിയായി എന്ന ആരോപണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയതിന്റെ വെളിച്ചത്തിലാണോ ഈ വിനീതനെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്നെ പാർട്ടി പുറത്താക്കിയത്? ആയിരുന്നില്ല കൂട്ടരെ. ഗുജറാത്തിൽ കലാപമുണ്ടായത് നമുക്കറിയാം. നൂറുകണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട കലാപം, ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട കലാപം, എത്രയോ മനുഷ്യരുടെ വീടുകൾ ചുട്ടരിക്കപ്പെട്ട കലാപം. ആ കലാപത്തെ തുടർന്ന് പലരും പിരിവ് നടത്തി. അന്ന് ഞാൻ എതിർപക്ഷത്തായിരുന്നു CPIM-ന്റെ. CPIM പിരിവ് നടത്തി. അവരേതാണ്ട് 50ഓളം ഫ്ളാറ്റുകൾ ഗുജറാത്തിൽ ഉണ്ടാക്കി കലാപബാധിതർക്ക് നൽകുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ദേശാഭിമാനിയിലല്ല, അന്ന് മനോരമയിൽ MA ബേബിയാണ് ആ വീടുകൾ സമർപ്പിച്ചത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. മുസ്ലിം ലീഗും ഗുജറാത്ത് ഫണ്ട് സമാഹരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞു കലാപം കഴിഞ്ഞിട്ട്. എന്തേ മുസ്ലിം ലീഗ് പിരിച്ച പണം കൊണ്ട് അവിടെ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല എന്ന് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ചോദിച്ചു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ലീഗിന് കഴിഞ്ഞില്ല. 50 ഫ്ളാറ്റുകൾ CPIM ഉണ്ടാക്കി കൊടുത്തു. അവിടെ അവരുടെ പോലും പ്രതിബദ്ധത എന്തേ ലീഗ് പുലർത്താത്തത് എന്ന് ചോദിച്ചു. നേതൃത്വം മിണ്ടിയില്ല. ഒരക്ഷരം എന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, സുനാമി ഫണ്ട് നമ്മൾ ആർക്കാണ് കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. സുനാമി ഫണ്ട് വലിയ തോതിൽ പിരിവിച്ചു. എന്നിട്ട് അവസാനം 5 ലക്ഷം രൂപ ഞാനിത് പറഞ്ഞതിന് ശേഷം കൊടുത്തു. 5 ലക്ഷം രൂപ അന്നും മുസ്ലിം ലീഗ് പിരിച്ചാൽ കോടികൾ കിട്ടും, പ്രത്യേകിച്ച് ദുരന്തവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് സുനാമി ഫണ്ട് 5 ലക്ഷം രൂപ കൊടുത്തു. ഞങ്ങൾ അങ്ങനെ പിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചന്ദ്രികയിൽ വന്ന വാർത്ത സഹിതം ജനങ്ങളെ കാണിച്ചു. ഒരു മറുപടിയും മുസ്ലിം ലീഗിന് പറയാനുണ്ടായിരുന്നില്ല. ഗുജറാത്ത് ഫണ്ടും സുനാമി ഫണ്ടും ചോദിച്ചു എന്ന് മാത്രമല്ല, കരിമണൽ ഖനനം അത് സർക്കാരിന്റെ സംവിധാനത്തിലാവണം. അതിനാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കേണ്ടത് എന്ന് പരസ്യമായി ഞാൻ അന്ന് അഭിപ്രായം പറഞ്ഞു. അതിന്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് മുസ്ലിം ലീഗിൽ നിന്ന്. അതിനുശേഷം പിന്നീട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, പിരിവെടുത്ത് സംഖ്യ സമാഹരിച്ച് അത് ചെലവാക്കാൻ ലീഗിന് കഴിയില്ലെങ്കിൽ ലീഗ് അതിന് മുതിരരുത്, ലീഗ് അതിന് തയ്യാറാവരുത്. 10 പൈസ പിരിച്ചാൽ ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പടച്ച തമ്പുരാനോട് മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് ലീഗ് പിരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തേ പിരിച്ചില്ല എന്ന്. പക്ഷെ പിരിഞ്ഞു കിട്ടിയത് ചെലവാക്കിയില്ലെങ്കിൽ നാട്ടുകാരും നാഥനും ചോദിക്കും മുസ്ലിം ലീഗിനോട്, ലീഗിന്റെ നേതൃത്വത്തോട്, എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണം ചെലവാക്കിയില്ല എന്ന്. അതുകൊണ്ട് ലീഗ് പിരിക്കരുത് ദയവായിട്ട്.
പിരിച്ചത് ചെലവാക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ലെങ്കിൽ, ആ വലിയ ധർമ്മവും ഉത്തരവാദിത്തവും നിർവഹിക്കാൻ ലീഗിന് കഴിയുന്നില്ലെങ്കിൽ, ലീഗ് ദയവായിട്ട് അത് ചെയ്യരുത് എന്നാണ് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ. അതിന്റെ പേരിലാണ് എന്നെ പടിയടച്ച് പിണ്ടം വെച്ചത്. അല്ലാതെ ലീഗിൽ നിന്ന് ഞാൻ തെറ്റിപ്പോന്നതാണോ? മുസ്ലിം ലീഗിൽ നിന്ന് എന്തെങ്കിലും പദവികൾ കിട്ടാത്തതിന്റെ പേരിൽ രാജിവെച്ചു പോന്നതാണോ ഞാൻ? എന്നെ ചവിട്ടി പുറത്താക്കി. ഇങ്ങനെയുള്ളവർ ലീഗിൽ പറ്റില്ല, കണക്ക് ചോദിക്കുന്നവർ ലീഗിൽ വേണ്ട എന്നാണ് അന്ന് ലീഗ് തീരുമാനിച്ചത്. ലീഗ് അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് പല കാര്യങ്ങളിലും ഉണ്ടായത്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു. 5 ലക്ഷം രൂപയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൊടുത്തത് എന്ന് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര് തന്നെ വെളിപ്പെടുത്തി. അപ്പൊ ചോദിക്കും, നീ എന്തിനാണ് ലീഗിന്റെ കാര്യം നോക്കണത്? നോക്കണം. കാരണം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിരിച്ച പണം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എല്ലാ വിശ്വാസികളുടെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാൻ എന്താണ് ലീഗിനും യൂത്ത് ലീഗിനും സാധിക്കാത്തത്? എന്താ കഴിയാത്തത്? കത്തുവ ഉന്നോവ ഫണ്ടിൽ വലിയ കൃത്രിമം നടന്നു. അതുപോലെ തന്നെ ധോത്തി ചാലഞ്ച്. പലരും ചോദിച്ചു എന്നോട്, ലീഗുകാര് 600 രൂപ കൊടുക്കുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? അതിൽ എത്ര രൂപ ലീഗ് എടുത്താൽ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ലീഗിന് വേണ്ടി എത്ര രൂപ നിങ്ങൾ എടുത്തു അത് പറയടോ. അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? 600 രൂപയുടെ തുണി കൊടുക്കുമ്പോ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സമ്മാനമായി ഗിഫ്റ്റായി ഒരു മുണ്ട് കൊടുക്കും എന്നാണ്. രാംരാജിന്റെ ഒരു മുണ്ട് കൊടുക്കും. അതിന്റെ ഗുണഗണങ്ങളൊക്കെ അവർ പറഞ്ഞു. 2,72,000 ധോത്തികളാണ് രാംരാജിൽ നിന്ന് വാങ്ങിയത്. ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആ തുണിയുടെ മുകളിൽ 730 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് എന്തിനാണ്? എടോ, സമ്മാനം കൊടുക്കുമ്പോ ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കോ? ഉള്ള സ്റ്റിക്കർ നമ്മൾ പറിച്ച് കളയല്ലേ ചെയ്യ. ഇതിന്റെ വില കൂടിയാലും കുറഞ്ഞാലും കിട്ടുന്നയാൾക്ക് അറിയാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മൾ തീരുമാനിക്കുക. അതിന് പകരം 150-200 രൂപയുടെ തുണി വാങ്ങി 400 രൂപയാണ് എന്ന് കള്ളം പറഞ്ഞ് 200 രൂപ പാർട്ടിക്കെടുത്ത് കള്ളത്തരം കാണിച്ചപ്പോ അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് എന്നോട് പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിലെ എന്റെ സഹപ്രവർത്തകരാണ്. മുസ്ലിം യൂത്ത് ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ, അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. കാരണം അവരുമായി എനിക്ക് ബന്ധവിച്ഛേദം നടത്തേണ്ട കാര്യമില്ല. എന്താണ് ധോത്തി ചാലഞ്ചിന്റെ കാര്യത്തിൽ നടന്നത്? 100 രൂപ വ്യത്യാസം വന്നാൽ 2,72,00,000 രൂപയാണ് ആകുന്നത്. 2,72,000 തുണികളാണ് ഇവർ വാങ്ങിയത്. എന്നിട്ട് 600 രൂപ വാങ്ങി. ആ 600 രൂപയിൽ 100 രൂപ വ്യത്യാസം വന്നാൽ 100 രൂപക്ക് വാങ്ങിയ സാധനം 200 രൂപയാണ് എന്ന് പറഞ്ഞാൽ മറിയുന്നത് എത്ര രൂപയാണ് എന്നറിയുമോ നിങ്ങൾക്ക്? 2,72,00,000 രൂപ. 6 കോടി രൂപ മറിച്ചു യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എന്ന് ഞാൻ ആരോപിച്ചാൽ അതിന് മറുപടി ആണത്വമുണ്ടെങ്കിൽ പറയേണ്ടത്, ഇതടോ, ഞങ്ങള് രാംരാജിൽ നിന്ന് തുണി വാങ്ങിയപ്പോ കിട്ടിയ ബില്ല് ഞങ്ങളിത് നാടിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, നാട്ടുകാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇന്നുവരെ, ഈ നിമിഷം വരെ ധോത്തി ചാലഞ്ചിൽ 2,72,000 തുണി രാംരാജ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപക്കാണ് എന്ന് ഇവർ ആ ബില്ല് കൊണ്ടുവരാൻ എന്താ തയ്യാറാവാത്തത്? എനിക്ക് കാണിച്ചു തരണ്ട, നാട്ടുകാരോട് പറ. അവർക്കൊരു സംശയം വന്നല്ലോ ഇപ്പോ. എത്ര രൂപ നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി എടുത്തു അതറിഞ്ഞാൽ മതി. അതിന്റെ മറവിൽ നിങ്ങളും മുക്കി. എന്നിട്ട് ആ പണം ഗൾഫിൽ കൊണ്ടുപോയി പല പല ബിസിനസ്സുകളിൽ നിങ്ങൾ ഇറക്കി. പി കെ ഫിറോസിന്റെ പിതാവ്
ഒരു KSRTC റിട്ടയർഡ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് പരമ്പരാഗതമായി ഒരു സ്വത്തുമില്ല. സ്വർഗീയ സമാനമായിട്ടുള്ള കൊട്ടാരം കണക്കെയുള്ള വീട് പണിതു. എവിടെ നിന്ന് കിട്ടി പണം? അത് പറയാൻ ബാധ്യസ്ഥനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇപ്പോൾ പണിത വീട് പണിതത്. ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ലക്കോട്ടിൽ പണമിട്ട് 1 രൂപ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? എനിക്കിത് പരസ്യമായി പറയാൻ കഴിയും. യൂത്ത് ലീഗിന്റെ എത്ര ഇപ്പോഴത്തെ നേതാക്കൾക്ക് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റും? ആരെയും പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഒരാളുടെയും ഓശാരം വാങ്ങിയിട്ടില്ല, ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും 5 രൂപ പറ്റിയിട്ടില്ല എന്ന് എത്ര ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കൾക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റും? യൂത്ത് ലീഗിന്റെ പഴയ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒരു ലീഗുകാരൻ പറയട്ടെ, ഞാൻ അവർ പറയുന്നത് കേൾക്കും. ആർക്കും സംശയം വേണ്ട. ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ തുറന്നു കാട്ടുക. ഗൾഫിൽ ജോലി, നാട്ടിൽ സംഘടനാ പ്രവർത്തനം, 5.25 ലക്ഷം രൂപ ശമ്പളം. വെറുതെ പറഞ്ഞതല്ല, ജോബ് കാർഡിന്റെ ഒറിജിനൽ കോപ്പി പത്രക്കാർക്ക് കൊടുത്ത് പറഞ്ഞതാണ്. മറുപടി ഉണ്ടോ? ഇല്ല. എമ്മി എന്ന് പറയുന്ന കൊപ്പത്തെ 40 ലക്ഷം രൂപ ഒരു ഔട്ട്ലെറ്റിന് വേണ്ടി വരുന്ന സ്ഥാപനം, അതിൽ താൻ ഷെയർ ഉണ്ട് എന്ന് സമ്മതിച്ചില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? 40 ലക്ഷം രൂപയുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വേണ്ടേ? എടോ, നിയമാനുസൃതമാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പേരിൽ തുടങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ? PV അബ്ദുൽ വഹാബിന് വ്യവസായ സ്ഥാപനങ്ങൾ തന്റെ സ്വന്തം പേരിലുണ്ടല്ലോ. അദ്ദേഹം ബിനാമിയുടെ പേരിലല്ലല്ലോ വാങ്ങിയത്, സ്വന്തം അനുജന്മാരുടെ പേരിൽ, സ്വന്തം മക്കളുടെ പേരിൽ. ലീഗിന്റെ എത്രയോ നേതാക്കന്മാർക്കില്ല വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സംരംഭങ്ങൾ. ഞങ്ങൾ തെറ്റു പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അവരൊക്കെ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയതാണത്. അവരാരും ബിനാമിമാരുടെ പേരിൽ ഒരു ബിസിനസ്സിലും പങ്കാളിയായിട്ടില്ല. എന്നാൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് എത്ര ബിസിനസ്സിലാണ് മറ്റുള്ളവരുടെ പങ്കാളിത്തത്തിൽ അവരുടെ പേരിൽ ഷെയർ ഉടമയായിരിക്കുന്നത്. കോഴിക്കോട്ടെ എമ്മിയുടെ ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ് എന്റേതാണ്, അദ്ദേഹം പറയുകയാണ്. ഗൾഫിൽ ബിസിനസ് ഉണ്ടോ? ഇവിടെ തന്നെ മറ്റു ബിസിനസ്സുകൾ. പ്രൊജക്ട് വില്ല പ്രൊജക്ട് ഒക്കെ തുടങ്ങുന്നത് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളുകളല്ലേ. ബ്ലൂഫിൻ എന്ന് പറയുന്ന പേരിൽ ഒരു വില്ല പ്രൊജക്ട്, അതുപോലെ തന്നെ ബ്ലൂഫിൻ ട്രാവൽസ്, ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം LLC, ദുബായിൽ തന്നെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC. ഇതിലൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തേടോ നിഷേധിക്കാതിരുന്നത്? ഈ തിരൂരങ്ങാടിയിൽ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കൂടിയ ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞോ ഫിറോസ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന്? എന്നിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരോട് ഒരു ഉപദേശം. എന്താ ഉപദേശം? ഉപദേശം മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യണം. എല്ലാവരും ബിസിനസ് ചെയ്യണമെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവനവന്റെ പണം കൊണ്ടാവണം. മറ്റുള്ളവരെ പറ്റിച്ചും സംഘടനയുടെ പണം മുക്കിയും ഉണ്ടാക്കുന്ന നിക്ഷേപം കൊണ്ടാവരുത് ഒരു ബിസിനസ്സും നടത്തുന്നത് എന്നുള്ളതിൽ എന്തെങ്കിലും സംശയം ലീഗ് പ്രവർത്തകർക്കുണ്ടോ? ഇവരൊക്കെ ഇപ്പോ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ എന്താ കരുതുക? CH മുഹമ്മദ് കോയ സാഹിബൊക്കെ ഒരു പോയത്തക്കാരനായിരുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ CH, ഉപമുഖ്യമന്ത്രിയായ CH, MP ആയ CH, ആ CH മരിക്കുമ്പോ CHന്റെ വീട് പണയത്തിലായിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടത്? ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദിരാശിയിൽ കാമരാജ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോ തന്റെ വീട്ടിൽ അയാൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കാൻ ഒരു കസേര പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആവേശത്തോടെ ലീഗുകാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ?
ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട്. അതാണ് ലീഗ്. ഒരുപാട് ബിസിനസ്സുകൾ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത ഒരാൾ ആരംഭിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമുണ്ട് എന്ന് കരുതുക സ്വാഭാവികമാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്? ഇദ്ദേഹത്തിന്റെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഹവാല ബിസിനസ് ആണ് നടക്കുന്നത്. റിവേഴ്സ് ഹവാലയാണ് നടക്കുന്നത്. വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഫിറോസ് പറയട്ടെ ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ ബിസിനസ്സുകളാണ് നടക്കുന്നത് എന്ന്. ഒരു ഓഫീസ് പോലും അതിന് ദുബായിലില്ല. 3 മാനേജർമാര് മാത്രമാണുള്ളത്. 3 മാനേജർമാരുള്ള, ഒരു സെയിൽസ്മാൻ ഇല്ലാത്ത, ഒരു സ്വീപ്പർ ഇല്ലാത്ത, ഒരു ക്ലാർക്ക് ഇല്ലാത്ത ലോകത്തിലെ ഏക കമ്പനി 5.25 ലക്ഷം രൂപയാണ് മാസം ഇന്ത്യയിൽ നിൽക്കുന്ന ഫിറോസിന് കൊടുക്കുന്നത്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് NRI അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിനും ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുത്തുകൊള്ളണം. ടാക്സ് കൊടുത്തോ ഫിറോസ്? 2018 മുതൽ ഈ ജോലിയുണ്ട്, ഗൾഫിലെ ജോലി. 2019 ഡിസംബർ വരെ, 2020 ഡിസംബർ വരെ അത് തുടർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടും എന്ന് ലീഗിലെ പരമോന്നത നേതാവ് ഫിറോസിന് ഉറപ്പ് കൊടുത്തിരിക്കണം. ഫിറോസ് എന്ത് പറഞ്ഞു? ഇനി തൽക്കാലം ഒരു 4 മാസത്തേക്ക് വേണ്ട. എന്ത്? ജോബ് വിസ. നോമിനേഷൻ കൊടുത്തു. നോമിനേഷനിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തണം. 2018 മുതൽ 2020 ഡിസംബർ മാസം വരെ 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ഫിറോസ് എത്ര ലക്ഷം രൂപ തന്റെ ആസ്തിയിൽ രേഖപ്പെടുത്തണം? പക്ഷേ രേഖപ്പെടുത്തിയത് 67 ലക്ഷം രൂപ. എന്നിട്ട് പറഞ്ഞു എനിക്ക് 47 ലക്ഷം രൂപ കടമുണ്ട്. എന്തൊരു കള്ളത്തരം! തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിക്കുക, ചതിക്കുക, ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകന്, പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു നേതാവിന് ഭൂഷണമാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന് പുറത്തും ഇത്രമാത്രം ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ അദാനിയുടെ പേരക്കുട്ടിയാണ്? അദാനിയുടെ പേരക്കുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ബിസിനസ്സുകളൊക്കെ തുടങ്ങാം. എന്നിട്ട് ഈ യൂത്ത് ലീഗുകാരും ലീഗുകാരും അതിനിപ്പോ എന്താ, ഓനക്കൊരു ഞഴമ്പത്തുണ്ടാകണേന്ന് ജലീലിന് എന്താ പത്ര അസൂയ? എടോ ഉണ്ടായിക്കോട്ടെ, ഞമ്മക്ക് അസൂയൊന്നുമില്ല, എനിക്കൊരസൂയില്ല. പക്ഷെ ആരാന്റെ പണം കൊണ്ടാവരുത് ഈ നെതളിപ്പ്. മറ്റുള്ളവനെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടുമാകരുത്. മുസ്ലിം ലീഗിനെ വിറ്റ് കാശാക്കിയിട്ടാകരുത് ഈ ബിസിനസിന്റെ തുടക്കം. എത്രയോ പാവപ്പെട്ട ലീഗുകാരില്ലടോ, യൂത്ത് ലീഗുകാരില്ലേ? അവരൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഒന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പിലാണ്. ഒരു കാലത്തും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് കരുതുന്ന എത്രയോ പ്രവർത്തകന്മാർ, അവരുടെ ചോരയാണടോ നിങ്ങളെപ്പോലുള്ളവർ കുടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഭൂഷണവും ശരിയുമാണോ? ആലോചിക്കണം. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പിന്നീട് കോളേജ് അധ്യാപകനായി. 12 കൊല്ലം കോളേജ് അധ്യാപകനായി എന്നോടാണ് പറയുന്നത്, ജലീലും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. വേണ്ട മോനെ, ആ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, കോളേജിൽ അധ്യാപകനായിരുന്നു. നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ബിസിനസ് ചെയ്താൽ പടച്ചവൻ ഇവിടെ പിടിക്കും. അത് പിടിക്കും, ഒരു സംശയവും വേണ്ട. സാധാരണ പറയാറുണ്ട്, പടച്ചവനെ പേടിച്ചില്ലെങ്കിലും പടപ്പുകളെയെങ്കിലും പേടിക്കണ്ടേ. രണ്ടിനും പേടില്ലാത്ത സൈസുകളാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃപദവിയിലിരിക്കുന്ന പല മുഖ്യന്മാരും എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്കതിയായിട്ടുള്ള ദുഃഖമുണ്ട്. മുസ്ലിം ലീഗ് കുറച്ചു കാലമായി CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം
കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്ക് ശേഷം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ശേഷം കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്തിനാണ് മുസ്ലിം